കൂടെ കൂടിയുള്ള ജലദോഷം, കൂടെ കൂടിയുള്ള പനി, ഇത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഇതിനെന്തായിരിക്കും കാരണം? ഇതിൻ്റെ കാരണം എന്താണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ പെട്ടെന്നുണ്ടാവുന്ന മാറ്റത്തെ ശരീരം പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഉൾക്കൊള്ളാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രതിരോധ ശക്തി കുറഞ്ഞു പോകുന്നു. ഇങ്ങനെ പ്രതിരോധ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ഒരു കാലാവസ്ഥയിൽ നിന്ന് അടുത്ത കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മളെ കാലാവസ്ഥ പെട്ടെന്ന് മാറും. പക്ഷേ നമ്മുടെ ശരീരത്തിന് ആ മാറ്റം ഉൾക്കൊള്ളാൻ കുറച്ചധികം സമയം വേണം. അപ്രോക്സിമേറ്റ്ലി ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദിവസം എടുക്കും നമ്മുടെ ശരീരം ഒരു കാലാവസ്ഥയിൽ നിന്ന് അടുത്ത കാലാവസ്ഥയിലേക്ക് മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. പതുക്കെ മാത്രമേ ആ കാലാവസ്ഥ മാറ്റം ശരീരം ഉൾക്കൊള്ളുകയുള്ളൂ. ആ മാറ്റം നമ്മുടെ ശരീരത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയുള്ളൂ. അത് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ള രീതിയിൽ അഡോപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. ഈ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന താപനില വ്യത്യാസം നമ്മുടെ ശരീരത്തിനകത്ത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ഈ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കും. ഈ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മളെ പുറത്തുള്ള ബാക്ടീരിയ വൈറസുകൾക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാനോ ബാക്ടീരിയ വൈറസുകൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും രോഗം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഇതാണ് ഒരു കാരണമെന്ന് പറയുന്നത്. നമുക്ക് ഈ റിക്കറൻ്റ് ആയിട്ടുള്ള ജലദോഷം പനിയൊക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മൾ ഒരു കാലാവസ്ഥയിൽ നിന്ന് അടുത്ത കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയും അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ് ഉണ്ടാവുകയും ആ താപനില വ്യത്യാസം കൊണ്ട് സ്ട്രെസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരും. അതുകൂടാതെ ഈ കാലാവസ്ഥ വ്യതിയാന സമയത്ത് ഒരു കാലാവസ്ഥ അടുത്ത കാലാവസ്ഥയിലേക്ക് മാറുന്ന ഈ സമയത്ത് നമ്മളെ ബാക്ടീരിയ വൈറസുകൾക്ക് കൂടുതൽ സമയം അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റും. ആ ഒരു താപനില വ്യത്യാസം ആ ബാക്ടീരിയ വൈറസുകളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ, അവർക്ക് കൂടുതൽ നിലനിൽക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഈ സമയങ്ങളിൽ കൂടുതലായിട്ട് വരും. അതുകൂടാതെ തന്നെ ഈ ചൂട് കാലങ്ങളിലും തണുപ്പ് കാലങ്ങളിലൊക്കെ അലർജനായിട്ടുള്ള സാധനങ്ങളായിട്ടുള്ള ഡസ്റ്റ്, പോളൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അന്തരീക്ഷത്തിൽ. ഇവയും നമുക്ക് ഇത്തരത്തിലുള്ള റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ റിക്കറൻ്റ് ആയിട്ടുള്ള ജലദോഷം പനിയൊക്കെ വരാനുള്ള കാരണം. അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ പ്രതിരോധ ശക്തി കുറയുന്നത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ശരീരം ഉൾക്കൊള്ളാണ്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖം വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെന്താണ് പ്രതിവിധി? നമുക്ക് ആ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിത രീതിയെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏക പോംവഴി. അപ്പോൾ ഓരോ ഋതുക്കൾക്കനുസരിച്ചും ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വിഹാരങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ വരില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എന്താ ഇവിടെ തെറ്റുപറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഋതുക്കളനുസരിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ ഇഷ്ടമുള്ള ആഹാരങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആഹാരങ്ങൾ നമ്മൾ ആ ഋതുവിലേക്ക് കടക്കുമ്പോൾ ഈ രോഗങ്ങളെ കൂട്ടാൻ അല്ലെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ ഓരോ ഋതുക്കൾക്കനുസരിച്ച് നമ്മൾ ആഹാരങ്ങൾ ചിട്ടപ്പെടുത്തണം, നമ്മുടെ ജീവിതശൈലികൾ ചിട്ടപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തി ആഹാര വിഹാരങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രോഗങ്ങൾ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റും. അതുകൂടാതെ ആയുർവേദം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മുടെ ശരീരം ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ദോഷങ്ങൾ ഒക്കെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞ് നമ്മളെ ഡീടോക്സിഫൈ ചെയ്ത് നമ്മളെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആയുർവേദം പറയുന്നത്. ഓരോ കാലാവസ്ഥക്കനുസരിച്ച് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രത്യേക ചികിത്സകൾ ആയുർവേദം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം മഴക്കാലജന്യ രോഗങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് ഓരോ മഴക്കാലത്തിനോടനുബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ചികിത്സ ചെയ്യുക. ഇനി ചൂടുകാലത്തോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ വരുന്നതിന് കുറക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ വിരേചന ചികിത്സകൾ ചെയ്യുക. കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, തണുപ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് തണുപ്പിനോടനുബന്ധിച്ചിട്ട് വമന ചികിത്സ ചെയ്യുക. അങ്ങനെ ഓരോ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തെടുത്ത് ആയുർവേദം പറയുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഇതേ രീതിയിലുള്ള വിഹാരങ്ങൾ ഫോളോ ചെയ്യുക. 3 മാസം കൂടുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം പനിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റി നിർത്താൻ പറ്റും. അപ്പം കൃത്യമായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ ഫോളോ ചെയ്യുക. ഓരോ കാലാവസ്ഥക്കനുസരിച്ചുള്ള ആഹാരങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തുക, അതിനനുസരിച്ചുള്ള വിഹാരങ്ങൾ ചിട്ടപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക.
ഇനി ഇത്തരത്തിലുള്ള ആഹാര വിഹാരങ്ങളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ട രീതിയിലുള്ള ആഹാര വിഹാരങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തി ഡയറ്റും അതിൻ്റെ കൂടെ യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ കുറക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും ആഹാരവിഹാരങ്ങൾ വേണ്ടത്. അതിനനുസരിച്ചുള്ള ഡയറ്റും യോഗയും മെഡിറ്റേഷൻസും അതിൻ്റെ കൂടെ തന്നെ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക്, അതിൽ നിന്ന് മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. ആവശ്യമായിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും.